പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ കൂട്ടുകാരോടൊപ്പം കളിക്കാറില്ലേ? ആപത്തിൽപ്പെടുന്നവരെ നിങ്ങൾ സഹായിക്കാറുണ്ടോ? കൂട്ടുകാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടോ? അങ്ങനെ ഒരു കഥയാണ് ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പട്ടങ്ങളാണല്ലേ, പട്ടങ്ങൾ. കൈറ്റ്സ്, പട്ടങ്ങൾ. ഇപ്പോൾ ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പട്ടങ്ങൾ പറപ്പിക്കൽ, പട്ടങ്ങൾ പറപ്പിക്കൽ. കൂട്ടുകാരെ, ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? ചിത്രത്തിൽ എന്താ കാണുന്നേ? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ഹൗ മെനി ചിൽഡ്രൻസ് ആർ ദെയർ? എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത്? ഹൗ മെനി ചിൽഡ്രൻസ് ആർ ദെയർ? 4 ചിൽഡ്രൻ അല്ലേ? 4 കുട്ടികളാണുള്ളത്. 2 boys and 2 girls. 2 boys and 2 girls. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണുള്ളത്. വാട്ട് ആർ ദേ ഡൂയിങ്? അവരെന്താ ചെയ്യുന്നേ? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുറച്ച് പേര് പട്ടം പറത്തുന്നുണ്ടല്ലേ? Some are flying kites. Some are flying kites. കുറച്ച് പേര് പട്ടങ്ങൾ പറത്തുന്നു. ഈ ഒരു കുട്ടി എന്താ ചെയ്യുന്നേ? ഒരു കുട്ടി, one girl is looking at the kite. ഈ കുട്ടിക്ക് പട്ടമില്ലല്ലേ? One girl is looking at the kite. ആ കുട്ടി ഒരു പട്ടത്തെ നോക്കുകയാണ്. One girl is looking at the kite. ഇനി നമുക്ക് വായിച്ചാലോ? Let us read. What a beautiful red kite. It is flying so high, Minu said. What a beautiful red kite. It is flying so high, Minu said. മിനു പറഞ്ഞു, എത്ര മനോഹരമായ ചുവന്ന പട്ടം. What a beautiful red kite. മനോഹരമായ ചുവന്ന പട്ടം. ഇറ്റ് ഈസ് ഫ്ലൈയിങ് സോ ഹൈ. അത് ഒത്തിരി ഉയരത്തിലാണ് പറക്കുന്നത്. ഇറ്റ് ഈസ് മൈൻ. ഇറ്റ്സ് മൈൻ, റിയാസ് സെഡ് പ്രൗഡ്ലി. ഇറ്റ്സ് മൈൻ, റിയാസ് സെഡ് പ്രൗഡ്ലി. അതെന്റേതാണ്, റിയാസ് അഭിമാനത്തോടെ പറഞ്ഞു. പ്രൗഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിമാനത്തോടെ. പ്രൗഡ്ലി, അഭിമാനത്തോടെ. ഇറ്റ്സ് മൈൻ, റിയാസ് സെഡ് പ്രൗഡ്ലി. റിയാസ് അഭിമാനത്തോടെ പറഞ്ഞു. മിനു, ഡു യു വാണ്ട് ടു ഫ്ലൈ ദ കൈറ്റ്? റിയാസ് ആസ്ക്ഡ്. മിനു, നിനക്ക് പട്ടം പറപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? റിയാസ് ചോദിച്ചു. മിനു, ഡു യു വാണ്ട് ടു ഫ്ലൈ ദ കൈറ്റ്? നിനക്ക് പട്ടം പറപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? റിയാസ് ആസ്ക്ഡ്. റിയാസ് ചോദിച്ചു. മിനു ലൈക്ഡ് ടു ഫ്ലൈ ദ കൈറ്റ്. മിനു ലൈക്ഡ് ടു ഫ്ലൈ ദ കൈറ്റ്. മിനുവിന് പട്ടം പറപ്പിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. ബട്ട് ഷീ സെഡ് നോ ഇറ്റ്സ് ഓക്കേ. ബട്ട് ഷീ സെഡ് നോ ഇറ്റ്സ് ഓക്കേ. ഐ വിൽ സിറ്റ് ആൻഡ് വാച്ച്. ഐ വിൽ സിറ്റ് ആൻഡ് വാച്ച്. മിനു പറഞ്ഞു, കുഴപ്പമില്ല, വേണ്ട, കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോളാം. നോ ഇറ്റ്സ് ഓക്കേ. വേണ്ട, കുഴപ്പമില്ല. ഐ വിൽ സിറ്റ് ആൻഡ് വാച്ച്. ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടുകൊള്ളാം. Kites of different colors flew up in the sky. Kites of different colors flew up in the sky. പല കളറിലുള്ള പട്ടങ്ങൾ ആകാശത്തിൽ ഉയർന്നു പറന്നു. Kites of different color, പല കളറിലുള്ള പട്ടങ്ങൾ flew up in the sky. Flew up എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുക അല്ലെ? Flew up, ആകാശത്തില്. Flew up in the sky, ആകാശത്തില് പറന്നു നടന്നു. Children shouted with joy. കുട്ടികൾ സന്തോഷം കൊണ്ട് ആർത്തു കൂവി അല്ലെ? Shouted. Shouted എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ചയുണ്ടാക്കുക. കുട്ടികൾ ആർത്ത് വിളിച്ചു. One day I will also fly my kite, Minu said to herself.
One day I will also fly my kite, Minu said to herself. ഒരു ദിവസം ഞാനും എൻ്റെ പട്ടം പറപ്പിക്കും, മിനു സ്വയം പറഞ്ഞു. One day, ഒരു ദിവസം, I will also fly, ഞാനും പറപ്പിക്കും, my kite, എൻ്റെ പട്ടം. മിനു said to herself, മിനു പറഞ്ഞു, അവളോട് തന്നെ മനസ്സിൽ പറഞ്ഞു. Why didn't Minu take Riya's kite? മിനു എന്തുകൊണ്ടായിരിക്കും റിയാസിന്റെ പട്ടം എടുക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? മിനുവിന് സ്വന്തമായി ഒരു പട്ടം ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. മിനു വാണ്ടഡ് ടു ഫ്ലൈ ഹെർ ഓൺ കൈറ്റ്. മിനു വാണ്ടഡ് ടു ഫ്ലൈ ഹെർ ഓൺ കൈറ്റ്. സ്വന്തമായ ഒരു പട്ടം പറപ്പിക്കണമെന്നായിരുന്നു മിനുവിന്റെ ആഗ്രഹം. വാട്ട് വാസ് മിനൂസ് വിഷ്? മിനുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? വാട്ട് വാസ് മിനൂസ് വിഷ്? വൺ ഡേ ഐ വിൽ ഫ്ലൈ മൈ ഓൺ കൈറ്റ്. ഒരു ദിവസം ഞാൻ സ്വന്തമായി ഒരു പട്ടം പറപ്പിക്കും. വൺ ഡേ ഐ വിൽ ഫ്ലൈ മൈ ഓൺ കൈറ്റ്സ്. അതായിരുന്നു മിനുവിന്റെ ആഗ്രഹം. വിൽ ഷീ ഗെറ്റ് എ കൈറ്റ് ഫോർ ഹെർസെൽഫ്? അവൾക്ക് സ്വന്തമായി ഒരു പട്ടം കിട്ടുമോ? വിൽ ഷീ ഗെറ്റ് എ കൈറ്റ് ഫോർ ഹെർസെൽഫ്? യെസ് ഓർ നോ? കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ലല്ലേ. ബാക്കി കഥ കൂടി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യാണ്? വൈ ആർ ദ ചിൽഡ്രൻ റണ്ണിങ്? എന്തിനായിരിക്കും അവർ ഓടുന്നത്? മഴ പെയ്യുന്നുണ്ടല്ലേ. നമുക്ക് നോക്കാം. The kites flew in the gentle wind. Slowly the wind becomes stronger. The kites flew in the gentle wind. Slowly the wind became stronger. The kite flew in the gentle wind. പട്ടം ഇളം കാറ്റില് ഇങ്ങനെ പറന്നു. ജെന്റിൽ വിൻഡ്, ഇളം കാറ്റ്. ഫ്ലൂ, പറന്നു. The kites flew in the gentle wind. Slowly, പതുക്കെ. The wind became stronger. കാറ്റെന്ത് ചെയ്തു? ശക്തമായി. The wind became stronger. മായ, ദിനു, look, it's going to rain. മായേ, ദിനു, നോക്കിക്കേ, മഴ പെയ്യാൻ പോവുകയാണ്. It's going to rain. It will spoil our kites. Let's go home. It will spoil our kites. അതെന്ത് ചെയ്യും? നമ്മുടെ പട്ടങ്ങളെ ചീത്തയാക്കും. സ്പോയിൽ ചെയ്യുക, നശിപ്പിക്കുക, ചീത്തയാക്കും. ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് വീട്ടിലേക്ക് പോകാം. ആരാ പറഞ്ഞേ? റിയാസ് ഷൗട്ടഡ്. റിയാസ് ഷൗട്ടഡ്. റിയാസ് ആണ് ഉച്ചത്തിൽ പറഞ്ഞത്. ചിൽഡ്രൻ സ്റ്റോപ്ഡ് പ്ലേയിങ്. കുട്ടികൾ കളി നിർത്തി. ചിൽഡ്രൻ സ്റ്റോപ്ഡ് പ്ലേയിങ്. ദേ റാൻ ഹോം വിത്ത് ദെയർ കൈറ്റ്സ്. അവരെന്ത് ചെയ്തു? വീട്ടിലേക്ക് ഓടി. ദേ റാൻ ഹോം വിത്ത് ദെയർ കൈറ്റ്സ്. അവരുടെ പട്ടങ്ങളുമായിട്ട് വീട്ടിലേക്ക് ഓടി. മിനു ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് ഹോം. മിനു ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് ഹോം. മിനു എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടക്കുവാണ്. മിനു ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് ഹോം. കീ കീ, she heard a cry. She turned back. കീ കീ, ഒരു കരച്ചിൽ കേട്ടു. she heard a cry, ഒരു കരച്ചിൽ കേട്ടു. she turned back, അപ്പൊ വീട്ടിലേക്ക് പോവുമായിരുന്ന മിനു she turned back, അവള് തിരിഞ്ഞു നോക്കി.